പത്തരമാറ്റ് സീരിയലിന്റെ വരുവാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ദേവയാനിക്ക് ഒരൊറ്റ കാര്യത്തിൽ മാത്രമായി ശ്രദ്ധ. തനിക്ക് പാലിൽ വിഷം കലക്കി തന്ന് തന്നെ മരണത്തിന്റെ വക്കിൽ വരെ എത്തിച്ചത് ആരാണ് എന്നത് തെളിവുൾപ്പെടെ ബോധ്യപ്പെടണം. ആശുപത്രിയിൽ വന്ന സമയത്തെല്ലാം അനാമിക ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. വലിയമ്മയ്ക്ക് പാലിൽ വിഷം കലർക്കി നൽകിയത് നയനയാണ്. വലിയമ്മയെ കൊല്ലുവാനായിരുന്നു അവളുടെ ശ്രമം. എന്നാൽ നയനയാണ് പാലിൽ വിഷം കലർത്തിയത് എന്നുള്ളതിന് തെളിവുകളൊന്നും തന്നെ തൻ്റെ മുൻപിലില്ല. അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ മാത്രമല്ലേ ആ കാരണത്താൽ എന്നേക്കുമായി അനന്തപുരിയിൽ നിന്നും നയനയെ ഇറക്കി വിടുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ നയന ഈ വീട്ടിൽ വന്നിട്ട് ഇത്രയും നാളുകളായി ഇതുവരെയും ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റവും നയനയിൽ നിന്ന് ആർക്കും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തായിരിക്കാം സംഭവിച്ചത് എന്ന ചിന്ത ദേവയാനിയെ വല്ലാതെ അസ്വസ്ഥയാക്കുകയാണ്. എന്തായാലും വീട്ടിൽ വന്നതിന് ശേഷം നയനയുടെ ഓരോ നീക്കങ്ങളെയും വളരെ സൂക്ഷ്മമായി ദേവയാനി നിരീക്ഷിക്കാൻ തുടങ്ങി. നയന ആദർശിനോട് സംസാരിക്കുന്നതും നവ്യയോട് സംസാരിക്കുന്നതും മാത്രമല്ല, ആ വീട്ടിലെ ഓരോ ചെറു ചലനങ്ങൾ പോലും ഒളിഞ്ഞു നിന്നുകൊണ്ട് നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ ദേവയാനി. ഇതിനിടയിൽ നവ്യ നയനയുടെ അരികിലേക്ക് വന്ന് നയനയുമായി ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നയനെ, ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് പാലിൽ വിഷം കലർത്തി നൽകിയത് നീയാണ് എന്ന് ഇവിടെ പലരും പരസ്യമായും രഹസ്യമായും പറയുന്നുണ്ട്. നീ ഇതൊക്കെ കേട്ടിട്ട് മറുപടി പറയാതെ നിൽക്കുന്നതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. ഇക്കാര്യം പറഞ്ഞുകൊണ്ട് അനാമിക എൻ്റെ അടുക്കൽ വന്നിരുന്നു. അവൾക്ക് ഞാൻ വളരെ കൃത്യമായി മറുപടിയും കൊടുത്തു. അതുകൊണ്ട് തൽക്കാലം ആരും എന്നോടിപ്പോൾ സംസാരിക്കാൻ വരാറില്ല. പക്ഷേ അവരൊക്കെ ഇപ്പോഴും നീയാണ് പ്രതി എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുകയാണ്. എന്തായാലും എനിക്ക് പ്രധാനമായും സംശയം അനാമികയെയും അവളുടെ അമ്മയുമാണ്. ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുവാൻ അവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇനി അതല്ല എങ്കിൽ അബിയോ എൻ്റെ അമ്മായിയമ്മയോ ആണ്. ഈ പ്രശ്നം നടക്കുന്ന ആ ദിവസം അബിക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. എന്നാൽ ആ ഒരു സ്നേഹം ഒറ്റ ദിവസത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ദിവസം വീണ്ടും അവൻ പഴയതിൻ്റെ പിന്നത്തേതായി മാറി. എന്നാൽ അവൻ്റെ ഈ സ്നേഹപ്രകടനത്തിൽ അന്ന് തന്നെ ഞാൻ അവനെ വാച്ച് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അത് സത്യമായിരിക്കും എന്ന് ധരിച്ച് ഞാൻ അങ്ങനെ അങ്ങ് പോയി. ഇത് കേട്ടിട്ട് നയന പറയുകയാണ്, അത് ചേച്ചി പറഞ്ഞതിൽ കാര്യമുണ്ട്. അനാമികയുടെ ഓരോ സംസാരങ്ങളിലും അവളെ സംശയിക്കുവാൻ തക്കവണ്ണമുള്ള പലതുമുണ്ട്. മാത്രവുമല്ല, അവൾ വന്നു കയറിയ ദിവസം മുതൽ തന്നെ ഇവിടെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണല്ലോ. ഒടുവിലിപ്പോൾ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പോലും അവൾ കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. അവളുടെ ഭാഗത്തെ വീഴ്ചകളും തെറ്റുകളും ഒന്നും ഇവിടെ പലരും കാണുന്നേയില്ല. പ്രത്യേകിച്ച് ആദർശേട്ടൻ്റെ അമ്മ. അവൾ മുത്തശ്ശനും മുത്തശ്ശിക്കും നേരെ നിന്നുകൊണ്ട് സംസാരിച്ചതിനെക്കുറിച്ച് ഒന്നും തന്നെ അമ്മ അറിഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ്റെ അമ്മയുടെ മുൻപിൽ അവൾ നല്ല കുട്ടിയാണ്. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ചേച്ചി കൂടുതൽ തലപുണ്ണാക്കാനൊന്നും നിൽക്കണ്ട, വിട്ടുകളഞ്ഞേക്ക്. അപ്പോൾ നവ്യ പറയുകയാണ്, അതെങ്ങനെയാണ് നയനെ വിട്ടുകളയാൻ പറ്റുന്നത്? ഈ വീട്ടിൽ കുറെ നാളുകളായി നമ്മളെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ചിലർ വേട്ടയാടുകയാണ്. പാലിൽ വിഷം കലർത്തിയത് നീയോ അല്ലെങ്കിൽ ഞാനോ, ഇതാണ് ഇവിടുത്തെ സംസാരം. അതുകൊണ്ട് തന്നെ അതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല എന്നെക്കൊണ്ട്. ചേച്ചി, ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അതുകൊണ്ടാണ് അത് വിട്ടുകള എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ അല്ല നയനെ, നമ്മൾ വിട്ടാലും ഈ വിഷയം ഇവിടെ വിടാൻ ആരും തയ്യാറാവില്ല. മാത്രമല്ല, വലിയമ്മ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് നീ തന്നെയാണ് പാലിൽ വിഷം കലർത്തിയത് എന്നാണ്. അപ്പോൾ വീണ്ടും നയന പറയുകയാണ്, അമ്മയെ പറഞ്ഞ് തിരുത്താനും ബോധ്യപ്പെടുത്തുവാനും ഒന്നും നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അത് വിട്ടുകളഞ്ഞേക്കാൻ ഞാൻ പറഞ്ഞത്. ഇവരുടെ ഈ സംസാരമെല്ലാം ഈ സമയത്ത് ദേവയാനി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അവിടെ ദേവയാനി മനസ്സിൽ പറയുകയാണ്, ഈ ചെയ്തത് നവ്യയുമല്ല നയനയുമല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണത് ചെയ്തത്? അനാമിക ഒരിക്കലും തന്നോടത് ചെയ്യില്ല. കാരണം ഇത്രമാത്രം വലിയൊരു ചതി തന്നോട് അവൾ കാണിക്കുവാൻ തക്കവണ്ണം അവളും ഞാനും തമ്മിൽ ഒരു വാക്കുകൊണ്ട് പോലും ഇതുവരെ പിണങ്ങിയിട്ടില്ല. മാത്രവുമല്ല, അവളെ വേദനിപ്പിക്കുന്നതായിട്ടൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടും പറഞ്ഞിട്ടുമില്ല. പകരം അവൾക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്നിൽ നിന്നും ഇതുവരെയും അവൾക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വീട്ടിൽ എനിക്കെതിരെ ആരൊക്കെയോ ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയോ ചലനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. തുടർന്ന് അവിടെ നിന്ന് പതിയെ ദേവയാനി അനാമികയുടെ മുറിയിലേക്ക് നടക്കുകയാണ്. അനാമികയെ ഒന്ന് കണ്ട് അല്പനിമിഷങ്ങൾ അവളുമായിട്ടൊന്ന് സംസാരിച്ചിരിക്കാം എന്ന് കരുതിയാണ് പോകുന്നത്. ആ സമയത്ത് അനാമിക ആരോടോ ഫോണിൽ സംസാരിക്കുന്നതാണ് ദേവയാനി കേൾക്കുന്നത്. മോൾ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണല്ലോ, അങ്ങനെയെങ്കിൽ പിന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി മെല്ലെ തിരിഞ്ഞു നടക്കുവാൻ തുടങ്ങുമ്പോൾ അനാമികയുടെ സംസാരത്തിലെ ചില വാക്കുകൾ തൻ്റെ കാതുകളിൽ അവ്യക്തമായി വന്ന് പതിയുവാൻ തുടങ്ങി. ആ വാക്കുകളിൽ വലിയമ്മയെന്നും വിഷമെന്നും ആശുപത്രിയെന്നും ഒക്കെയുള്ള വാക്കുകളുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ ഇതെന്നെക്കുറിച്ചാണല്ലോ പറയുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് കൂടുതൽ കേൾക്കുവാൻ വേണ്ടി ദേവയാനി അനാമികയുടെ ഡോറിനടുക്കിലേക്ക് അല്പം കൂടി അടുത്തു നിന്നു, കാതോർത്തു തുടങ്ങി. ഇപ്പോൾ ദേവയാനിക്ക് എല്ലാം വ്യക്തമായി കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. ഈ സമയത്ത് അനാമിക പറയുകയാണ്, അമ്മേ, നമ്മുടെ ഈ പദ്ധതി എന്തായാലും പൊളഞ്ഞു. പക്ഷേ എപ്പോഴും അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ലല്ലോ.
ഒരിക്കൽ നമ്മൾ പരാജയപ്പെട്ടുവെങ്കിലും നമ്മൾ തുടർന്ന് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കും. അനന്തപുരി തറവാട്ടിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ബുദ്ധിപൂർവ്വം നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തേ മതിയാവൂ. വഴിതടച്ചു വേണം ഇനിയുള്ള ഓരോ നീക്കങ്ങളും. എന്തായാലും ആ നയനയെയും അവളുടെ ചേച്ചിയെയും അനന്തപുരിയിൽ നിന്നും പടിയിറക്കി വിടുന്ന സമയം വരെ നമുക്ക് വിശ്രമിക്കാനേ പറ്റില്ല. എന്തായാലും കഴിഞ്ഞതൊന്നും ഓർത്തിട്ട് കാര്യമില്ല. അവളുമാർക്ക് ഭാഗ്യം അല്പം കൂടുതലാണ്. അല്ലെങ്കിൽ തന്നെ എല്ലാ ദിവസവും നയന കൊടുക്കുന്ന പാല് അത് നവ്യ തന്നെയാണ് കുടിക്കുക. എന്നാൽ നമ്മൾ വിഷം കലർത്തിയ ആ ദിവസം അത് കൃത്യമായി വലിയമ്മ തന്നെ കുടിച്ചു. അന്ന് രാത്രിയിൽ ആ പാല് അവൾ കുടിച്ചിരുന്നെങ്കിൽ അതോടെ അവളുടെ വയറ്റിലെ കുഞ്ഞില്ലാതെയാകുമായിരുന്നു. അവളുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞാണ് അവളുടെ ഏറ്റവും വലിയ പിടിവള്ളി. അതുകൊണ്ട് തന്നെയാണ് അവൾ അനന്തപുരിയിൽ വേരുറപ്പിച്ചു നിൽക്കുന്നതും. അബിക്കാണെങ്കിൽ അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കുഞ്ഞുകൂടി നഷ്ടപ്പെട്ടാൽ അവൾക്ക് പിന്നീട് അനന്തപുരിയിൽ നിൽക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കും. ഈ പറയുന്നതെല്ലാം പുറത്തു നിന്നുകൊണ്ട് ദേവയാനി കേൾക്കുകയാണ്. എന്നിട്ട് ഷോക്ക് അടിച്ചതുപോലെ ദേവയാനി നിൽക്കുകയാണ്. അനാമിക മോൾ തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ കുട്ടിയെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അനാമിക ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തായാലും ഇനി അവൾ സംസാരിക്കുന്നത് കേൾക്കുവാനുള്ള ത്രാണി എനിക്കില്ല. ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വളരെ സങ്കടത്തോടു കൂടി ദേവയാനി തൻ്റെ മുറിയിലേക്ക് വരികയാണ്. ദേവയാനി മുറിയിലേക്ക് വരുമ്പോൾ ജയൻ ദേവയാനിയുടെ മുഖം കണ്ടിട്ട് ചോദിക്കുകയാണ്, എന്തു പറ്റി ദേവയാനി, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല ജയേട്ടാ. അല്ല, നിന്റെ മുഖം കണ്ടിട്ട് എന്തോ വലിയ ദുഃഖമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. ജയേട്ടാ, ഞാൻ അല്പസമയം ഈ വീടിൻ്റെ പല ഭാഗങ്ങളിലൂടെ നടക്കുകയായിരുന്നു. ശരീരം ഒന്ന് അനങ്ങട്ടെ എന്ന് കരുതി. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്, അതായിരിക്കും. ദേവയാനി, ഡോക്ടർ നിന്നോട് പ്രത്യേകം പറഞ്ഞതല്ലേ നിനക്ക് നല്ല റെസ്റ്റ് ആവശ്യമുണ്ടെന്ന്? നടക്കാനൊക്കെ പിന്നെയും സമയമുണ്ടല്ലോ. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇപ്പോഴേ നീ മുതിരുന്നത്? എന്തായാലും നീ അല്പനേരം വിശ്രമിക്ക്. ഞാൻ നയനയോട് പറയാം നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേഗം എടുക്കുവാൻ. തുടർന്ന് ജയൻ താഴേക്ക് എത്തിയിട്ട് നയനയോട് പറയുകയാണ്, മോളെ, അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. നീ അവളുടെ ക്ഷീണം മാറും വിധം എന്തെങ്കിലും വേഗം ഒന്ന് കുടിക്കാൻ കൊടുക്ക്. ഇത് കേട്ട് ഉടൻ തന്നെ നയന ദേവയാനിക്ക് ഒരു ജ്യൂസും ഉണ്ടാക്കിക്കൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. സാധാരണയായി ദേവയാനിയുടെ അരികിലേക്ക് നയന എന്തുകൊണ്ട് ചെന്നാലും ദേവയാനി നീരസത്തോടു കൂടി പ്രതികരിക്കുകയും വേഗത്തിൽ നയനെ അവിടുന്ന് ഒഴിവാക്കുകയും ചെയ്യുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ നയന മുറിയിലേക്ക് എത്തിയിട്ട് ദേവയാനി വിദ്വേഷത്തോടു കൂടി ഒന്നും തന്നെ അല്ല പ്രതികരിക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ നയനയ്ക്ക് വലിയ സന്തോഷമായി. എന്നിട്ട് നയന പറയുകയാണ്, അമ്മേ, ഇതാ ജ്യൂസ്, ഇത് കുടിക്ക്. അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു ഫ്രഷ് ജ്യൂസ് അമ്മയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. ഇത് കേട്ടിട്ട് നയനയുടെ കയ്യിൽ നിന്ന് ദേവയാനി ആ ജ്യൂസ് വാങ്ങി കുടിക്കുകയാണ്. പതിവില് വിപരീതമായിട്ടുള്ള ദേവയാനിയുടെ ഭാവപ്രകടനങ്ങൾ കണ്ടപ്പോൾ നയനയ്ക്ക് അത്ഭുതം തോന്നുകയാണ്. നയനയുടെ തലവട്ടം കാണുമ്പോൾ തന്നെ ഭദ്രകാളിയെപ്പോലെ പെരുമാറിയിരുന്ന ദേവയാനി ഇപ്പോൾ ശാന്തതയോടുകൂടി തൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കണ്ടിട്ട് നയന ദേവയാനിയോട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്തു പറ്റി ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ക്ഷീണം വരാൻ? എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ആദർശേട്ടനെ വിളിക്കാം, നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം അമ്മേ. നയനയോട് ഈ സമയത്ത് എന്തൊക്കെയോ പറയണമെന്ന് ദേവയാനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇതുവരെ വൈരാഗ്യത്തോടും വെറുപ്പോടും കൂടി മാത്രം തന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നത് കൊണ്ട് പെട്ടെന്ന് അതിനെതിരായി സംസാരിക്കുവാൻ തനിക്ക് എന്തോ ഒരു പ്രയാസമുള്ളതുപോലെ. അതുകൊണ്ട് ദേവയാനി പറയുകയാണ്, എനിക്കൊരു കുഴപ്പവുമില്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല. എന്നിട്ട് അല്പനിമിഷം മൗനമായിരുന്ന ശേഷം ദേവയാനി തല ഉയർത്തി നയനയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ നയന ചോദിക്കുകയാണ്, അമ്മ എന്താണ് ഇങ്ങനെ വല്ലാതെ നോക്കുന്നത്? അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ അമ്മേ. അല്ല നയനെ, അന്ന് ആ പാലിനകത്ത് വിഷം കലർത്തിയ സംഭവത്തിൽ നിനക്കെന്താണ് പറയാനുള്ളത്? നിനക്ക് ഈ വീട്ടിൽ ആരെയെങ്കിലും സംശയമുണ്ടോ? പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം ദേവയാനിയിൽ നിന്ന് കേട്ടപ്പോൾ എന്ത് പ്രതികരിക്കണമെന്നറിയാതെ നയന പറയുകയാണ്, ഇല്ലമ്മേ, ഇല്ല, എനിക്കങ്ങനെ ആരെയും സംശയമൊന്നുമില്ല. അല്ല നയനെ, ഞാൻ കാര്യമായിട്ട് തന്നെയാണ് നിന്നോട് ചോദിച്ചത്. നിന്റെ മനസ്സിൽ ഇതേപ്പറ്റി എന്തെങ്കിലും തോന്നലുകൾ ഉണ്ടെങ്കിൽ നീ അത് ധൈര്യമായിട്ട് എന്നോട് പറയണം. അത് പിന്നെ അമ്മേ അങ്ങനെ ചോദിച്ചാൽ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അത് അനാമികയാണ്. അവളിവിടെ വന്ന നാൾ മുതലുള്ള അവളുടെ ഓരോ പെരുമാറ്റത്തിലും എനിക്ക് സംശയങ്ങളുണ്ട്. ഇപ്പോൾ ഈ പാലിൽ വിഷം ചേർത്തതുൾപ്പെടെ ഞാൻ അവളെയാണ് സംശയിക്കുന്നത്. അല്ല, ഇപ്പോൾ എന്താണ് അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ഏയ് ഒന്നുമില്ല, നീ പൊയ്ക്കൂ എന്ന് പറഞ്ഞ് ദേവയാനി നയനയെ വീണ്ടും പറഞ്ഞു വിടുകയാണ്. മുറിവിട്ടിറങ്ങിപ്പോകുമ്പോൾ നയനയുടെ മനസ്സിൽ ഒരുപിടി സംശയങ്ങൾ നിഴലിട്ട് തുടങ്ങി. അമ്മ എന്താണ് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുവാൻ? അസുഖമായി ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അങ്ങേയറ്റം ക്ഷീണിതയായിരുന്നിട്ടും എൻ്റെ തലവട്ടം കണ്ടപ്പോൾ തന്നെ അമ്മ എനിക്കെതിരെ സംസാരിച്ചതാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, വളരെ ശാന്തതയോടുകൂടിയാണ് അമ്മ ഇപ്പോൾ സംസാരിച്ചത്. മാത്രവുമല്ല, അമ്മ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ സത്യങ്ങളെല്ലാം അമ്മ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമോ? ഇത് ചിന്തിച്ചുകൊണ്ട് നയന വേഗം ആദർശിനെ ഫോണിൽ വിളിക്കുകയാണ്. ആദർശ് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ നയന പറയുകയാണ്, ആദർശേട്ടാ,
അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ അമ്മയ്ക്ക് ഒരു ജ്യൂസും ഉണ്ടാക്കിക്കൊണ്ട് അമ്മയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ പതിവിൽ നിന്ന് വളരെ വ്യത്യസ്തമായി അമ്മ എന്നോട് പെരുമാറി. സാധാരണ എൻ്റെ മുഖം കാണുമ്പോഴേ അമ്മ ദേഷ്യത്തോടെയാണ് പ്രതികരിക്കുന്നത്. എന്നാൽ ഇന്ന് വളരെ ശാന്തവും സൗമ്യവുമായിട്ടാണ് അമ്മ എന്നോട് പെരുമാറിയത്. മാത്രവുമല്ല, അമ്മ എന്നോട് ചോദിച്ചു, പാലിനകത്ത് അന്ന് വിഷം കലർത്തിയ വിഷയത്തിൽ എനിക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന്. ഇത്രയും ദിവസം ഈ വിഷയത്തിൽ അമ്മ എന്നെ തന്നെയാണ് പ്രതിയാക്കി സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചതിൽ എന്തോ കാര്യമുണ്ട്. അമ്മ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദർശ് പറയുകയാണ്, അതേ നയനെ, അമ്മ എന്തെങ്കിലും മനസ്സിലാകാതെ അങ്ങനെ പെരുമാറുകയും ചോദിക്കുകയും ഒന്നും ചെയ്യില്ല. എന്തൊക്കെയോ അമ്മ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അറിയില്ല ആദർശേട്ടാ, ഞാൻ കൂടുതലൊന്നും അമ്മയോട് പിന്നെ ചോദിച്ചില്ല. ഇത് നയന പറയുമ്പോൾ സാരമില്ല നയനെ, ഞാൻ വന്നിട്ട് അമ്മയോട് സംസാരിച്ചു കൊള്ളാം എന്ന് ആദർശ് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. വീണ്ടും ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്ന ദേവയാനിയെ തന്നെയാണ് കാണിക്കുന്നത്. ദേവയാനി ചിന്തിക്കുകയാണ്, അനാമിക എത്ര നല്ല കുട്ടിയായിട്ടാണ് ഇതുവരെ എൻ്റെ മുമ്പിൽ അഭിനയിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവൾ ഇവിടെ വന്ന സമയം മുതൽ ഇവിടെ കാട്ടിക്കൂട്ടിയതെല്ലാം അഭിനയം തന്നെ ആയിരുന്നില്ലേ? പക്ഷേ ഒരു വിധത്തിൽ പോലും എനിക്ക് അവളെ സംശയത്തോടു കൂടി നോക്കുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അവൾ എവിടെ വരെ നീങ്ങും എന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇനി അവളുടെ പിന്നാലെ തന്നെ ആയിരിക്കണം എൻ്റെ കണ്ണുകൾ എന്ന് ദേവയാനി ചിന്തിക്കുകയാണ്. ഈ സമയത്ത് ദേവയാനിയെ കാണുവാൻ വേണ്ടി അനാമിക പെട്ടെന്ന് ആ മുറിയിലേക്ക് കയറി വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് ദേവയാനിയാകട്ടെ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ കട്ടിലിൽ തന്നെ കിടക്കുകയാണ്. അനാമിക അപ്പോൾ ദേവയാനിയോട് ചോദിക്കുകയാണ്, വലിയമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ശരീരത്തിന്? എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഞാനിപ്പോൾ എടുത്തുകൊണ്ടുവരാം. അപ്പോൾ ദേവയാനി പറയുകയാണ്, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. അല്ല വലിയമ്മേ, അല്പം മുമ്പ് ആ നയന വലിയമ്മയ്ക്ക് എന്തോ കുടിക്കാൻ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിരുന്നു. എന്തായിരുന്നു അത്? അത് നയന എനിക്ക് ജ്യൂസുമായിട്ട് വന്നതാണ്. അല്ല, എന്താ ഇത്? അവളുണ്ടാക്കിയ ജ്യൂസ് വലിയമ്മ വാങ്ങി കുടിച്ചെന്നോ? വലിയമ്മ എന്താണ് ഈ കാണിച്ചത്? വലിയമ്മയെ കൊല്ലുവാൻ വേണ്ടി അവൾ പാലിൽ വിഷം കലർത്തി നൽകിയതല്ലേ? എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് വലിയമ്മ വീണ്ടും ജ്യൂസ് വാങ്ങി കുടിച്ചെന്നോ? വലിയമ്മയ്ക്ക് എന്താണ് ശരിക്കും പറ്റിയത്? ദയവ് ചെയ്ത് വലിയമ്മ അവളുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങി കഴിക്കരുത്. വലിയമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ എല്ലാം എത്തിച്ചു തന്നുകൊള്ളാം. ഇത് കേട്ടിട്ട് ദേവയാനി പറയുകയാണ്, ഈ വീട്ടിൽ എനിക്ക് ആരെയും ഇപ്പോൾ വിശ്വാസമില്ല. അത് നയനയായാലും മറ്റാരായാലും. ഇത് കേട്ടപ്പോൾ ഒരു ചെറിയ ഞെട്ടലോടുകൂടി അനാമിക ദേവയാനിയോട് ചോദിക്കുകയാണ്, അതെന്താണ് വലിയമ്മ അങ്ങനെ പറയുന്നത്? വലിയമ്മയ്ക്ക് എന്നെയും വിശ്വാസമില്ലേ? ഉടനെ ദേവയാനി പറയുകയാണ്, ഞാൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്, നീ അത് വിട്ടേക്ക്. അല്ല, നീ എന്തിനാണിപ്പോൾ ഇവിടേക്ക് വന്നത്? അല്ല വലിയമ്മേ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. അത് അനിയുടെ കാര്യമാണ്. അവനിപ്പോൾ എന്നോട് അല്പം പോലും സ്നേഹവും അടുപ്പവും ഒന്നും കാണിക്കുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ വലിയമ്മയോട് പറഞ്ഞിരുന്നില്ലേ അവൾ അവിടെ വന്ന കാര്യം? അവളെ ഇപ്പോഴും അനി തൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. അവളെ മറക്കുവാൻ അവന് പറ്റില്ല. അവരുടെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്നത് ആ നയനെ ഒറ്റയൊരുത്തിയാണ്. എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണം, എന്നിട്ട് അനന്തപുരിയിലെ ഇളയ മരുമകളായിട്ട് അവളെ ഇവിടേക്ക് കൊണ്ടുവരണം. അതാണ് നയനയുടെ ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാണ് വലിയമ്മേ നയനയും നവ്യയും കൂടി ഇങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്തു കൂട്ടുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ദേവയാനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ദേവയാനി ആ ദേഷ്യം മറച്ചു പിടിച്ചുകൊണ്ട് ശാന്തമായി പറയുകയാണ്, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ അനാമികെ? അല്ലെങ്കിൽ തന്നെ എനിക്കൊരു സ്വസ്ഥതയും ഇല്ലാതിരിക്കുകയാണ്. അതിനിടയിൽ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ഇനി എൻ്റെ അടുക്കിലേക്ക് വരരുത്. ഉടനെ വളരെ സങ്കടത്തോടു കൂടി അനാമിക ദേവയാനിയോട് ചോദിക്കുകയാണ്, എന്താ വലിയമ്മേ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല പിന്നെ ഞാൻ എങ്ങനെയാണ് നിന്നോട് സംസാരിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ദേവയാനി തുടർന്നങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. അനാമികെ, നിന്റെ അഭിനയങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് നീ ചിന്തിച്ചിരുന്നത് അല്ലേ? ഇത്രയും കാലം നിന്നെ ഞാൻ മകളെപ്പോലെയാണ് സ്നേഹിച്ചിരുന്നത്. പക്ഷെ എനിക്ക് തെറ്റുപറ്റി. എനിക്കിപ്പോൾ എന്നോട് തന്നെ പുച്ഛം തോന്നുകയാണ്. ദേവയാനി ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ അനാമിക ഷോക്ക് അടിച്ചതുപോലെ ഒരു ഞെട്ടൽ. എന്നിട്ട് ജാള്യത മറച്ചു പിടിച്ചുകൊണ്ട് വേഗത്തിൽ അനാമിക ചോദിക്കുകയാണ്, എന്താ വല്യമ്മ എന്താണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വല്യമ്മ, ഇത് ഞാനാണ് അനാമിക, ഞാൻ നയനയല്ല. എന്താണ് വല്യമ്മയ്ക്ക് പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ല. അനാമികെ, നീ ഇപ്പോൾ പോ, എനിക്ക് കുറച്ചു സമയം വിശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിധത്തിൽ ദേവയാനി അനാമികയെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. പുറത്തേക്കിറങ്ങുന്ന അനാമിക പെട്ടെന്ന് ചിന്തിക്കുകയാണ്, വലിയമ്മയ്ക്ക് എന്താണ് പറ്റിയത്? എന്തുകൊണ്ടാണ് വലിയമ്മ ഇപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇത് ചിന്തിച്ചുകൊണ്ട് അനാമിക തന്റെ മുറിയിലേക്ക് പോകുമ്പോൾ ദേവയാനി ചിലതൊക്കെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അനാമിക ഇവിടെ വന്നതിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും ദേവയാനിയുടെ മനസ്സിൽ സംശയങ്ങൾ മുട്ടിടുവാൻ തുടങ്ങി. സ്വർണം മോഷണം പോയതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വരണം എന്ന് ദേവയാനി മനസ്സിൽ പറയുകയാണ്. അതെ, ദേവയാനി തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. അനന്തപുരിയിൽ അനാമികയുടെ നാളുകൾ എണ്ണപ്പെട്ടു തുടങ്ങി. ഇനിയിപ്പോൾ ദേവയാനിക്ക് ആവശ്യം തെളിവുകളാണ്. ആ തെളിവുകൾക്ക് വേണ്ടി ദേവയാനി വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷണം ആരംഭിക്കുകയാണ്. ഈ കെണിയിൽ അനാമിക വീഴുമോ? അതോ ദേവയാനിയെ ഇരുട്ടിലാക്കിക്കൊണ്ട് അനാമിക പുതിയ കെണികൾ ഒരുക്കുമോ?
വരുവാൻ പോകുന്ന എപ്പിസോഡുകൾ ജിജ്ഞാസ ഉളവാക്കുന്ന രംഗങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആ എപ്പിസോഡുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.